ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കോളേജിലേക്ക് പോകാൻ പോണത്. നമ്മളെ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടാണ് വന്നേക്കുന്നത്. ഒരു 6 മാസം 4-5 മാസം ഓൾമോസ്റ്റ് 4-5 മാസമായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഹരിയാനയിൽ പോയിട്ടായിരുന്നു നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളെ യൂണിവേഴ്സിറ്റി അവിടെയാണ്. അപ്പോൾ എക്സാം എഴുതി വന്നിട്ട് 5 മാസം കഴിഞ്ഞു, 4-5 മാസം കഴിഞ്ഞു നമ്മളെ റിസൾട്ട് ഫൈനലി വന്നിട്ടുണ്ട്. ബട്ട് അന്നൊക്കെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ട് കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോസിഷൻ എഴുതാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി. പാസ് ചെയ്യിക്കണ്, ബട്ട് എന്നാലും ഇമ്പോസിഷൻ്റെ ലെവലിലേക്ക് എത്തി. എന്നാൽ 2 പ്രാവശ്യമുള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് 2 പ്രാവശ്യം എഴുതാമെന്ന്. അത് ചില്ലറ പരിപാടിയല്ല. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 1 ടൈം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യനും കൂടി ഫുള്ളാക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാനതിരുന്ന് ഫുള്ളാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് 2-3 പേരൊക്കെ ചോദിച്ചു ലോങ് വീഡിയോസിന് വെയിറ്റിംഗ് ആണ്, എന്താ ഇപ്പോൾ ലോങ് വീഡിയോസൊന്നും ഇടാത്തേ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വയ്യാണ്ടായിപ്പോയി ഗൈസ്. എന്ത് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് നിങ്ങളും എല്ലാവരും സേഫ് ആൻഡ് ഓക്കെ ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ആ 4 ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതി സെറ്റാക്കി. അങ്ങനെ ഇപ്പോഴത്തെ വെതറൊക്കെ അടിപൊളിയാണല്ലോ. നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാലും വെതർ സെറ്റാണ്. അങ്ങനെ ഞാൻ നേരെ എഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വിൻഡോസൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടു. നല്ല രസമാണല്ലോ, നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും രാവിലെ. അങ്ങനെ പുതിയ വർഷത്ത് കടന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഫസ്റ്റത്തേതാണ് ഡെയിലി പ്ലാൻ ചെയ്യാന്നുള്ളത്. അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ മീഷോന്നൊരു ഡെയിലി പ്ലാനറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലൊന്ന് ജസ്റ്റ് എഴുതി വെക്കും. പിന്നെ നൈറ്റ് കിടക്കണ സമയത്ത് കിടക്കണതിൻ്റെ മുന്നേ അതൊന്ന് ഫില്ലപ്പാക്കി വെക്കും ചെയ്യും. എങ്ങനെ 5 മണിക്ക് എണീറ്റിട്ടും കാര്യമില്ല. ഞാൻ ലാസ്റ്റ് ഓഫ് ദി മിനിറ്റ്സ് ഇങ്ങനെ ആയിരിക്കും. എല്ലാം ഒരു മെസ്സായിട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവസാനം ഇറങ്ങുന്ന സമയത്തൊരു പരതലാണ് ടോട്ടലി. അങ്ങനെ എങ്ങനെ നേരം വൈകിയാലും ഫുഡ് മുഖ്യം പിടിക്കില്ലേ. നമ്മൾ ഫുഡൊക്കെ പാത്രത്തിലാക്കിയിട്ട് നേരെ ഇറങ്ങി. ഞാനും അനിയനും കൂടിയാണ് പോണത്. ആസ് യൂഷ്വൽ നമ്മളങ്ങനെയാണ് പോവാറ്. അപ്പോൾ ഞാനാണിന്ന് വണ്ടി ഓടിക്കുന്നു, ഓന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ കുറച്ച് കൂടുതലധികം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓനെ വേറെ സ്കൂളിലാക്കിയിട്ട് ഞാൻ പോയി. നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരാണിത്. ഈ ചെമ്പരത്തിപ്പൂവ്, പിന്നെ പട്ടിക്കുട്ടി, പിന്നെ എൻ്റെ സ്വന്തം റിഫ, ഞങ്ങളെ കാലുകൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോയി. ഫസ്റ്റ് അവർ നമുക്ക് ക്ലാസ് നൈറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഞാനും സിത്തും അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യും, പറയണതൊക്കെ കേൾക്കും, നല്ല അച്ചടക്കത്തോടു കൂടി ഇരിക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് 1 മണിക്കാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് എനർജിയോട് കൂടി പോകാൻ വിചാരിച്ചു. ചിലപ്പോൾ തലറ്റി വീണാലോ, ഒന്നും പറയാൻ പറ്റൂലല്ലോ. മനുഷ്യന്മാരെ കാര്യമില്ലേ. We are waiting for our mark list. ഞാനും ഫറാനയും സിത്താരയും ലീവായിരുന്നു. സോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, വിളിക്കും. അപ്പോൾ പോകണം. ഡിസ്റ്റിങ്ഷൻ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമെങ്കിൽ പറയും. അങ്ങനെ ഗൈസ് ഞാൻ കരയണം. ആനന്ദ കണ്ണീരാണ്. ഐ ഗോട്ട് ഡിസ്റ്റിങ്ഷൻ ഇൻ ഫസ്റ്റ് ഇയർ. അങ്ങനെ നമ്മളെ റിസൾട്ട് ഒക്കെ അറിഞ്ഞു, മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടി. എനിക്കും സിത്തുവിനൊക്കെ ഡിസ്റ്റിങ്ഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി സ്പോർട്സിനുള്ള ഇവൻറ്റ്സിന് ആൾക്കാരെ
സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പാർട്ടിസിപ്പൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാപ്റ്റനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വൈസ് ക്യാപ്റ്റനാണ് ഗൈസ്. അപ്പോൾ നമ്മളെ മെയിൻ ക്യാപ്റ്റൻ വന്നിട്ട് എല്ലാവരുടെ പേരൊക്കെ കൊടുക്കുകയാണ് ഇവൻസിന്. 2 കാല് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിൽ പവർ, 2 കാല് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിന്റെ പവറാണ് ഇവിടെ. അപ്പൊ സിത്താര എനിക്ക് ഞാനൊരു ഹൈ ജമ്പ് മനസ്സിൽ കാണുന്നുണ്ട്. മതിൽച്ചാട്ടാണ്. ഷിജിന ആ 3000 വാക്കിങ്ങിന്റെ ഡെമോ എനിക്ക് അയ്യോ അവനെ ഒരു കമന്റ് അടിച്ചാ. അങ്ങനെ കോളേജിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ പോയി. അവിടുന്ന് നേരെ നമ്മൾ സ്റ്റുഡിയോ പോയി. എന്നിട്ട് സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തെടുക്കാണ്ടായിരുന്നു, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അങ്ങനെ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. നമ്മൾ പാൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ വേണം ഗൈസ്. അങ്ങനെ ഇന്ന് സുന്ദരമായ ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തു. അതിൻ്റെ ശേഷം അമ്മക്ക് 3 പീസൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി. ബട്ട് നമ്മൾ 3 പീസ് അല്ല എടുത്തത്. എന്നാൽ പിന്നെ അങ്ങനെ ആണല്ലോ, നമ്മൾ പറഞ്ഞു പോണതൊന്നും നമ്മൾ എടുക്കുന്നത് വേറൊന്നും ആയിരിക്കും. അങ്ങനെ 3 പീസ് പറഞ്ഞിട്ട് പോയ അമ്മ ഒരു പാൻറ്റാണ് ഗൈസ് എടുത്തത്. അങ്ങനെ നേരെ നമ്മൾ ഹലാമാളിൽ പോയി. എന്നിട്ട് അവിടുത്തെ ഫുഡ് കോർട്ട് വിച്ചാമിൻ എന്ന് പറഞ്ഞൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടുത്തെ ബ്രോസ്റ്റ് ഇങ്ങനെ കഴിക്കണം എന്ന് കുറച്ചായി വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയതല്ലേ, ബ്രോസ്റ്റ് മേടിച്ചോന്ന്. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റൊക്കെ പാർട്സൽ മേടിച്ച് കൊണ്ടുപോയി വീട്ടിലേക്ക്. കണ്ട സുഹൃത്തുക്കളെ കണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു പട്ടി ഉണ്ടാവും. അങ്ങനെ തീറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് സുഹൃത്തുക്കളെ എനിക്ക് ഓർമ്മ വന്നത് വ്ളോഗ് എടുക്കാൻ മറന്നുപോയി എന്ന്. എല്ലാവരും ഓൾമോസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അടിപൊളി റോസ്റ്റ് ചെയ്തു. നിങ്ങൾ ആ ഭാഗത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം സെറ്റപ്പ് സാധനം. പിന്നെ സ്കിപ്പ് എപ്പോഴും ആരോ നോക്കി നിൽക്കുകയാണ്. ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതിൻ്റെ ശേഷമാണ് എൻ്റെ അനിയനക്ക് ഒരു ബുദ്ധി വന്നത്. നമ്മൾ ഈ റീൽസിലും ഷോർട്സിലൊക്കെ കാണുന്ന പോലെ മറ്റേ ലെഗ് എടുത്തിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിക്കല്ല ലെഗ് പീസ് ഇങ്ങനെ എടുത്ത്, എന്നിട്ട് ആ ചിക്കൻ ഒരൊറ്റ തീറ്റി. പിന്നെ ആരാ കൊറിയൻ പോയോ, നമ്മളെ ഗ്രാൻഡ് പണ്ടിട്ട് അപ്പുറത്ത്. അങ്ങനെ ബാക്ക് ടു മൈ നോർമൽ പരിപാടി, റെക്കോർഡ് എഴുത്ത്. നമ്മൾ ഒരു ഇയർ കഴിഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനിയും സെമസ്റ്ററും ഇയറൊക്കെ കിടക്കുകയാണ്. നമ്മളെ പണിയും അതേപോലെ കിടക്കുകയാണ്. അങ്ങനെ ഞാൻ റെക്കോർഡൊക്കെ എഴുതാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ കറൻ്റ്ലി ഞാൻ കാണുന്ന സീരീസാണ് ഇപ്പോൾ സ്ക്വിഡ് ഗെയിം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എഴുതാൻ വിചാരിച്ച്. കാരണം അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. എന്തെങ്കിലുമൊക്കെ കാണാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉറങ്ങിപ്പോവാണ് ഗൈസ്. അങ്ങനെ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടാണ് നമ്മൾ റെക്കോർഡൊക്കെ ഫുള്ളാക്കിയത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.